ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലാണുള്ളത്. അതിരാവിലെ എണീച്ചു എന്നൊന്നും പറയുന്നില്ല. സൺഡേ ആയതുകൊണ്ട് തന്നെ ആസ് യൂഷ്വൽ ലേറ്റായിട്ട് തന്നെയാണ് എണീച്ചത്. മുറ്റത്തൊക്കെ ഒന്ന് കറങ്ങി നടന്നു, ചെടികളും പൂക്കളും എല്ലാം ഒന്ന് കണ്ടു. പിന്നെ അച്ഛൻ്റെ കുറച്ച് പച്ചമുളക് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് നോക്കി നടന്നതിന് ശേഷം നമ്മുടെ പരിപാടിയിലേക്ക് അങ്ങോട്ട് കടന്നു കേട്ടോ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഉറക്കത്തിൽ നിന്ന് എണീച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു പണി മിറ്റടിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഞാൻ ബാക്കി എന്ത് കാര്യവും ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ മിറ്റടിച്ചോരി കഴിഞ്ഞിട്ട് ആ ഒരു മിറ്റത്തേക്ക് നോക്കുമ്പോൾ മനസ്സിനും ഒക്കെ ഒരു സന്തോഷമാണ് ഉണ്ടാവുക. കാരണം ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കിടക്കുന്ന മിറ്റാണ് കാണുക. അതുവരെ ഇലയും ഒക്കെ ആയിട്ട് വൃത്തികേടായിട്ട് കിടക്കുന്ന ഒരു മിറ്റാണ് ഉണ്ടാവുക. അപ്പോൾ എനിക്ക് ഈ ഒരു മിറ്റടിച്ചോരി കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ തോന്നാറുണ്ട്. അപ്പോൾ എന്തായാലും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഭയങ്കര കാറ്റും ഇതൊക്കെയുള്ള ക്ലൈമറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇലകളൊക്കെ വീണ്ടും മിറ്റം എപ്പോഴും ഇങ്ങനെ ചപ്പും ചവറായിട്ട് കിടക്കും. അത് വിചാരിച്ചിട്ട് നമുക്ക് എപ്പോഴും മിറ്റടിച്ചു വരാനൊന്നും പറ്റില്ല. എങ്കിലും കാലത്ത് ഞാനൊരു തവണ മിറ്റടിച്ചു വരാറുണ്ട്. മിറ്റടിച്ചു വരി കഴിഞ്ഞ് വന്നപ്പോഴേക്കാണ് അമ്മ അടുത്തൊരു പണി തന്നത്. അപ്പോൾ കാലത്ത് തന്നെ അടുക്കളയിലേക്ക് കുറച്ച് വിറകിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ മുറ്റത്ത് തന്നെ കുറച്ച് ചകിരി ഉണക്കാനൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് കൊണ്ടുകൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അത് ആദ്യം കൊണ്ടുകൊടുത്തു. അത് കൊണ്ടുകൊടുത്തപ്പോഴാണ് അമ്മ പറയുന്നത് കുറച്ച് വിറകും വേണം കത്തിക്കാൻ എന്നുള്ളത്. അപ്പോൾ ഉമ്മാർത്ത് കുറച്ച് വിറക് എടുക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് 4-5 കഷ്ണവും കൊടുന്ന് അതും കൊടുത്തു. അപ്പോഴേക്കും എനിക്ക് വയ്യാതായി കേട്ടോ. ഭയങ്കര ആവശ്യതയാണ് എനിക്ക് എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ. ചേട്ടൻ്റെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പണി എന്തായാലും നമ്മൾ തന്നെ എടുക്കണമല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ആവശ്യത കൂടും. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഊഞ്ഞാലുമലൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ടിരുന്ന് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഊഞ്ഞാലാടുമായിരുന്നു. പെട്ടെന്ന് നല്ലൊരു കാറ്റ് വീശാനായിട്ട് തുടങ്ങി കേട്ടോ. തെങ്ങുമ്മലൊന്നും തേങ്ങയില്ലാത്ത കാരണം കൊണ്ട് തലയിലേക്ക് തേങ്ങ വീഴുന്നുള്ളൊരു പേടിയൊന്നുമില്ല. പക്ഷേ എന്നാലും ആ ഒരു കാറ്റ് വീശുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടൊരു പേടിയൊക്കെ തോന്നും. കാരണം അത്രയധികം തെങ്ങുകളൊക്കെ നല്ല രീതിയിൽ ആടി ഒലയുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ നേരെ കിച്ചണിലേക്ക് പോവാണ്. കിച്ചണിൽ നിന്ന് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. കയറുന്ന വഴിക്ക് ബോസ് നല്ലൊരു ഉറക്കം പാസ്സാക്കാണ് കേട്ടോ. അതിരാവിലെ ആശാൻ എണീച്ചിട്ടുള്ളൂ, വീണ്ടും കിടന്നുറങ്ങുക. അപ്പോൾ ഞാനെന്ന് അവനെ ആക്റ്റീവ് ആക്കിയതിന് ശേഷം നേരെ അടുക്കളയിലേക്ക് പോയി കേട്ടോ. അടുക്കളയിലേക്ക് പോകുമ്പോൾ അമ്മയുടെ സ്പെഷ്യലാണ് ആദ്യം ഉണ്ടാവാൻ നോക്കുക. പ്രത്യേകിച്ച് ഇന്ന് ചേട്ടൻ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഇല്ലാതിരിക്കില്ല. നേരെ അടുക്കളയിലേക്ക് പോയപ്പോൾ അമ്മ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറിയും അതുപോലെ തന്നെ കള്ളൊഴിക്കാത്ത കള്ളപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാലത്ത് തന്നെ ഈ ഒരു കോംബോ ആണുള്ളത്. ഇത് കണ്ടതും ഞാൻ നേരെ പോയി അക്ഷയനെ ഉറക്കത്തിൽ നിന്ന് വിളിക്കാനാണ്. അവനെ വിളിച്ചിട്ടൊന്നും അവനൊരു മൈൻഡും ഇല്ല. ചേട്ടനെ വിളിച്ചപ്പോൾ ചേട്ടനൊന്ന് തലചൊറിഞ്ഞിട്ട് വീണ്ടും അവിടെ എന്നെ കിടന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങോട്ട് ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തുടങ്ങാമെന്ന്. അപ്പോൾ പല്ലേക്കാനായിട്ട് വന്നു. ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മിക്കതും പൽപ്പൊടി കൊണ്ടാണ് പല്ലേക്കാറുള്ളത്. അത് പല്ലേക്കുന്ന സമയത്ത് അമ്മയുടെ പരാധീനതകളൊക്കെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാലത്ത് തന്നെ ഒരു നായ വന്നിട്ട് വീട്ടിലുണ്ടായിരുന്ന ഒരു കോഴിക്കുട്ടീനെ പിടിച്ചുകൊണ്ടുപോയി. അമ്മയ്ക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കരിങ്കോഴിക്കുട്ടിയായിരുന്നു. അപ്പോൾ ആ കഥയും കേട്ട് അങ്ങനെ പല്ലേപ്പും കഴിഞ്ഞു. ഇന്ന് കുറച്ച് അധികം പണികൾ നമുക്ക് ചെയ്ത് തീർക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കാലത്ത് കുളിയും കാര്യങ്ങളൊന്നും നടത്തുന്നില്ല. ജസ്റ്റ് പല്ലേച്ച് ഫേസൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്ത് ഒരു ക്ലോത്ത് വെച്ച് തുടച്ചതിന് ശേഷം കണ്ണാടിയിൽ നോക്കി 2 സ്റ്റെപ്പൊക്കെ ഇട്ടു. അപ്പോഴും നമ്മുടെ മനസ്സിൽ അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള കള്ളപ്പവും ചിക്കൻ കറിയാണ്. അത് കഴിക്കാൻ വേണ്ടി വേഗം പോയപ്പോൾ അമ്മ പറഞ്ഞു, മോളെ ഇതൊക്കെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി വെച്ചോളാൻ. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയത് അമ്മ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പിൽ ഉണ്ടാക്കിയതാണ് ഞാൻ മാറ്റുന്നത് കേട്ടോ. എടുത്തപ്പോൾ തന്നെ പെട്ടെന്ന് കൈ പൊള്ളുന്നതായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ വേഗം ആ പാത്രത്തിലേക്ക് വെച്ചു. പിന്നീടാണ് ഞാനത് ഇങ്ങനെ നല്ല സോഫ്റ്റാണ്, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക എന്തോ ഒരു ടേസ്റ്റ്, പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു അന്നത്തെ കള്ളപ്പത്തിന് ഉണ്ടായിരുന്നത്. ഇത് നമ്മൾ കള്ളൊഴിച്ചിട്ടൊന്നല്ല ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഈസ്റ്റ് ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. നമ്മുടെ തൊട്ടടുത്ത് കള്ള് ഷാപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കള്ള് വാങ്ങിക്കാനായിട്ടൊരു സാഹചര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് അമ്മ കള്ളപ്പവും ചിക്കൻ കറി ഉണ്ടാക്കുക എന്നുള്ളത് ഡിസൈഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈസ്റ്റൊക്കെ ഇട്ടിട്ടാണ് ഇതിൻ്റെ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. രാവിലെ എണീച്ച് വന്നപ്പോൾ എൻ്റെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞത് കള്ളപ്പം ഉണ്ടാക്കാനായിട്ടുള്ള മാവ് പുളിച്ച് പൊന്തിയിട്ടൊന്നുമില്ല, ശരിയാവുമെന്നൊന്നും അറിയില്ല എന്നൊക്കെയായിരുന്നു. പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ ഏറ്റവും കിടിലൻ ടേസ്റ്റുള്ളൊരു കള്ളപ്പമായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ ചിക്കൻ കറി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ ആദ്യം ഇവർ എണീക്കുന്നതിന് മുൻപൊക്കെ ഞാൻ വന്ന് കഴിച്ച് അവസാനിപ്പിക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതെന്തായാലും നടന്നില്ല. ഞാൻ കഴിക്കാനിരുന്നതും അവരും വന്നു. അപ്പോൾ പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങോട്ട് സൊറ പറഞ്ഞിരുന്ന് കഴിക്കാണ് കേട്ടോ. പിന്നെ അമ്മയ്ക്ക് പറയാനായിട്ടുള്ള ഒരുപാട് കഥകളുണ്ടാവും, നാട്ടിലത്തെ വിശേഷങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കേട്ട് അവിടെ കുറച്ച് നേരം ഇരുന്ന് കഴിച്ചതിന് ശേഷം ഞാൻ എൻ്റെ പണിയിലേക്ക് നടന്നു. ഇന്ന് നമ്മൾ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് വീട്ടിൽ. ഞാൻ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വീട്ടിൽ ക്ലീനിങ്ങും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. എനിക്കിങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ വലിച്ച് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കുപ്പികൾ കുറേ വെച്ച് വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഞാൻ മാക്സിമം അത് ഒതുക്കി വെച്ച് നല്ല രീതിയിൽ അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിടാനായിട്ട് ശ്രമിക്കാറുണ്ട്. പിള്ളേരുള്ള വീടുകളാണെങ്കിൽ പോലും അവരുടെ കളിക്കുന്ന സാധനങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് അവിടെ ഇവിടെയൊക്കെ വലിച്ച് വാരിയിടുമ്പോൾ ഞാൻ എപ്പോഴും ചീത്ത പറയും,
ക്ലീൻ ആക്കിയിടണം, നീറ്റാക്കിയിടണം എന്നൊക്കെ ഞാൻ എപ്പോഴും പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിന്ന് അടിച്ച് വാരി തുടയ്ക്കുക എന്നുള്ള മെയിനായിട്ടുള്ള പരിപാടിയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. പിന്നെ കിച്ചണിലേക്കൊന്നും അങ്ങനെ അധികം ഞാൻ കിടക്കാറില്ല കേട്ടോ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ. കാരണം അമ്മയ്ക്ക് അത് ഇഷ്ടമല്ല. അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ള കുറച്ച് രീതികളുണ്ട്, കുക്കിങ്ങിൻ്റെ കുറച്ച് മെത്തേഡുകളുണ്ട്. അത് ഫോളോ ചെയ്തിട്ടാണ് അമ്മ ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ഒരു ന്യൂ ജനറേഷനിലുള്ള ആൾക്കാർക്കൊന്നും ചിലപ്പോൾ അത് ഇഷ്ടപ്പെടില്ല. എങ്ങനെയാണ് വെക്കേണ്ടത്, അങ്ങനെ വെക്കേണ്ടതെന്നൊക്കെ നമ്മൾ അഭിപ്രായം പറയുമ്പോൾ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കരിയാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ അടുക്കളയിലേക്ക് പോകാറുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ അമ്മ തന്നെയാണ് ചെയ്യാറുള്ളത്. ഞങ്ങൾ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ തുണികൾ തിരുമ്മാനായിട്ടുണ്ടാവുക. എനിക്കും എൻ്റെ മക്കൾക്കും ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് മാറുക എന്നുള്ള നല്ലൊരു സ്വഭാവമുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ തിരുമ്പണ്ടേ. പിന്നെ നമ്മുടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു അലക്ക് കല്ലിനെയാണ് നമ്മൾ തിരുമ്പാനായിട്ട് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. ഞാൻ തിരുമ്പി കഴിയുമ്പോൾ ഒരുപാട് സമയം എടുക്കുമെന്ന് പറഞ്ഞിട്ട് അമ്മ തിരുമ്പി തരും. ഞാൻ തുണികളൊക്കെ ഉരുപ്പിഴിഞ്ഞ് തോരിടുക എന്നുള്ളതാണ് ചെയ്യാറുള്ളത്. അപ്പോൾ തിരുമ്പൽ കഴിഞ്ഞോട് കൂടിയിട്ട് പിന്നെ ഡ്രസ്സൊക്കെ ആകെ മുഷിഞ്ഞു നനഞ്ഞു. അപ്പോൾ പിന്നെ എന്തായാലും കുളിച്ചങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചു. കുളി കഴിഞ്ഞതും പിന്നെ അമ്മ പറഞ്ഞു ചോറ് കഴിക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇല മുറിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ വീട്ടിൽ ഒരുപാട് വാഴകളൊക്കെ ഉള്ള കാരണം കൊണ്ട് ഇലയ്ക്ക് വലിയ ക്ഷാമമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ കാറ്റുകാലം ആയതുകൊണ്ട് തന്നെ ഇല ഫുള്ള് കീറിയേക്കാണ്. അപ്പോൾ മുഴുവനായിട്ട് ഒരു ഇല നമുക്ക് അങ്ങനെ എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ ഭക്ഷണം വിളമ്പി കഴിക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഇല മുറിക്കുന്നത് കേട്ടോ. പിന്നെ ഇതുകൊണ്ട് വേറൊരു ഗുണമുണ്ട്, നമുക്ക് പ്ലേറ്റ് കഴുകേണ്ട ആവശ്യമില്ല. ഈ ഒരു ഇല എടുത്ത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇല നേരിട്ട് കളയാലോ, പിന്നെ അത് കഴുകിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയാണ് ഈ ഇല മുറിയിലേക്ക് എത്തിയത് കേട്ടോ. അപ്പോൾ ഇലയൊക്കെ മുറിച്ചു കഴുകി നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ടേബിളുമ്പോൾ കൊണ്ടുവച്ചു. അപ്പോഴേക്കും അമ്മ ഉച്ചയ്ക്കുള്ള ലഞ്ചിൻ്റെ സംഭവങ്ങളൊക്കെ എടുത്ത് തരികയാണ്. അപ്പോൾ നമ്മൾ ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുള്ളത് വീട്ടിനോട് തൊട്ട് ചേർന്നിട്ട് പുറത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് എപ്പോഴും സ്റ്റെപ്പ് കയറി ഇറങ്ങാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാനത് വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് ഡൈനിങ് ടേബിളും വയ്ക്കുകയാണ്. അപ്പോൾ ഇന്നെന്ന് പറയുമ്പോൾ ഒരുപാട് സ്പെഷ്യലൊന്നുമില്ല. ഇന്നലത്തെ കുറച്ച് വിഭവങ്ങളും ഇന്നത്തെ കൂടിയാകുമ്പോൾ നല്ല കിടിലനായിട്ടുള്ള സ്പെഷ്യൽ ഐറ്റംസൊക്കെ ആയി. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ചിക്കനാണ്. അപ്പോൾ സൺഡേ ആയിക്കഴിഞ്ഞാൽ മിക്കതും ചിക്കൻ ഉണ്ടാവും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ. അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് കറികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയത് അമ്മ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ഉണ്ട്. അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു കൂട്ടൊക്കെ ചേർത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ. ഈ 2 കാലും പിള്ളേർക്കാണ് കേട്ടോ. അവിടെ സൈഡിലുള്ള ചെറിയ കഷ്ണമാണ് എനിക്കും ചേട്ടനുള്ളത്. പിന്നെ നമുക്ക് ബിരിയാണി ഉണ്ട്. ബിരിയാണി അമ്മ ഇന്നലെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ബിരിയാണി ഉണ്ട്, ചിക്കൻ ബിരിയാണിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ബാക്കി വന്ന് കുറച്ച് നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കാലത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ കറി ഉണ്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മീൻ കറി ഉണ്ട്, നാളികേരം അരച്ച് വെച്ചതാണ്. പിന്നെ സ്പെഷ്യലായിട്ടുള്ളൊരു കൂർക്കപ്പേരിയും ചോറും അതുപോലെ തന്നെ അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ളൊരു ചമ്മന്തിയാണ് ഇട്ടുള്ളത്. ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് പുറത്തേക്ക് പോകാനായിട്ട്. നിവിൻ പോളിയുടെ സൂപ്പർ ഹിറ്റ് ഫിലിമായിട്ടുള്ള സർവ്വമായക്കുള്ള ടിക്കറ്റ് നമ്മൾ 2 മണിയുടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനായിട്ട് പോകണം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ സൺഡേയിലത്തെ ഒരു ഉച്ച വരെയുള്ള വിശേഷങ്ങൾ. ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ എന്തായാലും അടുത്തൊരു കിട്ടില്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.